13 തെരീഖത്തുകളിൽ ഏത് സ്വീകരിച്ചാലും മുസ്ലിമായി മരിക്കാനേ കഴിയുള്ളൂ, മുഅ്മിനായി മരിക്കാൻ കഴിയില്ലെന്നും ഷെയ്ഖ് യൂസുഫ് ഖാനും തൻ്റെ ഖലീഫമാരും മുരീദുമാരും വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ രേഖകളും മറ്റുമൊക്കെ അവിടെ കട്ടായിട്ടുണ്ട്, അവർ എഴുതി ഒപ്പിച്ചിരുന്ന കടലാസുകൾ. അപ്പോൾ വിഷയം എന്താണെന്നൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആകെ തെരീഖത്ത് 14 ഉള്ളൂ. അതിൽ ഇവർ കൊണ്ട് നടക്കുന്ന തെരീഖത്തിൽ ചേർന്നാൽ മാത്രമേ മുഅ്മിനായി മരിക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി 13 തെരീഖത്തുകളിൽ ചേർന്നാലും മുസ്ലിമായി മരിക്കാനേ കഴിയുകയുള്ളൂ. അപ്പം ആ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം, ഇവിടെ കൂടിയതായ 10,000-കണക്കിന് ആളുകൾ ആ തെരീഖത്ത് സ്വീകരിച്ചിട്ടില്ല. അപ്പം നമ്മക്കാർക്കും മുഅ്മിനായി മരിക്കാൻ കഴിയില്ല, മുസ്ലിമായിട്ട് മരിച്ചാനേ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചെറിയൊരു ഷോർട്ട്. ഇത് നിങ്ങളെ അഭിപ്രായത്തിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് അംഗീകരിക്കപ്പെടേണ്ടതാണോ? അതല്ലെങ്കിൽ ഇവിടുന്ന് മുമ്പ് മരിച്ചു പോയ സമസ്തൻ്റെയും മറ്റൊക്കെ നേതാക്കന്മാർ അവരൊക്കെ ഈ പറഞ്ഞ തെരീഖത്ത് സ്വീകരിച്ചിട്ടില്ല, അപ്പോൾ മരിച്ചു പോയതൊക്കെ മുഅ്മിനായി മരിച്ചിട്ടില്ല. ഇതാണ് ഇപ്പം ഇയാളെ കാര്യമായ ഒരു ഭാഗം, ഒരു വാദം. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദലി തങ്ങൾ പറയുന്നത് ഈ മൂപ്പര് വലിയ തെരീഖത്തിൻ്റെ മഹാനാണ്. ഏതൊന്ന് പറഞ്ഞാലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ നഖല് സഹിതം പറഞ്ഞേ അംഗീകരിക്കപ്പെടുള്ളൂ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ ഏത് സംസാരിക്കുകയാണെങ്കിലും രേഖാമൂലമല്ലാത്തൊന്നും സമ്മതിക്കപ്പെടുകയില്ല. അപ്പോൾ ആകെ തെരീഖത്ത് 14 ഉള്ളൂ. ബഹുമാനപ്പെട്ട കൻസുൽ ബറാഹീൻ വൽ അസ്റാർ എന്ന കിതാബിൽ ആരതാണത്? സയ്യിദുൽ ഖുദ്വ വ മലാദിനൽ ഉറുവ അസ്സയ്യിദ് ഷെയ്ഖ് ഇബ്നു മുഹമ്മദുൽ ജുഫരിയുൽ യമനിയുൽ ഹദറമി നസീലു കാലിക്കൂത്ത്, അതായത് മമ്പോർത്തോരെ അമ്മാമൻ മഹാനവറുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് കൻസുൽ ബറാഹീൻ വൽ അസ്റാർ. ഇതിൽ പറയുന്നു റബ്ബാനിയായ തെരീഖത്തുകൾ വളരെ അധികമുണ്ട്. മഹാനവറുകൾ അതിനെ എണ്ണി പറയുന്നു. 1 അൽ അലവിയ്യ അൽ മൻസൂബത്തു ഇല ഷെയ്ഖിൽ ഫഖീഹ് മുഹമ്മദ് ഇബ്നു അലി ബാഅലവി, തങ്ങളുടെ തെരീഖത്തായ തെരീഖത്തുൽ അലവിയ്യ റബ്ബാനി തെരീഖത്താണ്. വൽ അമൂദിയ്യ അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് സഈദ് ഇബ്നു ഈസൽ അമൂദി, മഹാനവറുകൾക്കുള്ള തെരീഖത്ത് റബ്ബാനി തെരീഖത്താണ്. അബ്ബാദിയ്യ തെരീഖത്ത് മൂന്നാമത്തത് അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് അബ്ദുല്ലാഹി ബാ അബ്ബാദ്, തങ്ങളവറുകൾക്കുള്ള തെരീഖത്ത്. 4 അൽ ഖാദിരിയ്യ അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി, തങ്ങളുള്ള തെരീഖത്ത്. 5 റിഫാഇയ്യ തെരീഖത്ത് ഷെയ്ഖ് അഹ്മദുൽ റിഫായി തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന. ഷാദലി തെരീഖത്ത് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദലി തങ്ങളുള്ള തെരീഖത്ത്. സുഹ്റുവർദിയ്യ തെരീഖത്ത് ഷെയ്ഖ് ഉമർ ഇബ്നു മുഹമ്മദ് സുഹ്റുവർദി തങ്ങളുടെ തെരീഖത്ത്. ഉൽ ഖാസറൂനിയ്യ തെരീഖത്ത് ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു ഷഹ്റിയാർ ഖാസറൂനി. ബദവിയ്യ തെരീഖത്ത് ഷെയ്ഖ് സയ്യിദ് അഹ്മദുൽ ബദവി. മദനിയ്യ തെരീഖത്ത് ഷെയ്ഖ് അബി മദിയൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ തെരീഖത്ത്. ഉവൈസിയ്യ തെരീഖത്ത് അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് ഉവൈസുൽ ഖറനി അല്ലദീ ബശ്ശറ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവരെ കണ്ടാൽ നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ തങ്ങൾ മദീഹ് ചെയ്ത ഉവൈസുൽ ഖറനി തങ്ങൾക്കുള്ള തെരീഖത്ത്. ഖദ്റവിയ്യ തെരീഖത്ത് ഷെയ്ഖ് അബ്ദുൽ കരീം ഇബ്നു ഹവാസിൻ ഷെയ്ഖ്
അൽ മൻസൂബത്തിൽ ഖദരിൽ മഹ്കൂം ബിനുബുവ്വത്തിഹി വ വിലായത്തിഹി വ ബഖാഇഹി ഇലൽ ആൻ ഇൻദ കസീരീന. ഭൂരിപക്ഷം പണ്ഡിതന്മാരരികിലും അദ്ദേഹം ഇപ്പോൾ ബാക്കിയുണ്ട്, അദ്ദേഹത്തിന് നുബുവത്തുണ്ട്, വിലായത്തെല്ലാം ഉണ്ട് എന്ന് പറയപ്പെട്ട ഖദറവിയ്യ തരീഖത്ത്, ഖുശൈരിയ്യ തരീഖത്ത്, ഷെയ്ഖ് അബ്ദുൽ കരീം ഇബ്നു ഹവാസിൻ സാഹിബുൽ റിസാല, റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന ഫിർദൗസിയ്യ തരീഖത്ത്, ഫിർദൗസിയ്യത്തുൽ കുബ്റവിയ്യ, അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് നജ്മുദ്ദീനുൽ കുബ്റ തങ്ങൾക്കുള്ള തരീഖത്ത്, വശത്താരിയ്യ അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് അബി ഇസ്ഹാഖുൽ ഇല ഷെയ്ഖ് അബ്ദുല്ലാഹി ഷത്താരി എന്നവരിലേക്ക് ചേർക്കപ്പെട്ടത്, ഹബിഷിയ്യ തരീഖത്ത്, ഷെയ്ഖ് അബൂ ഇസ്ഹാഖുൽ ചിശ്തിയ്യ തരീഖത്ത്, ഷെയ്ഖ് അബൂ ഇസ്ഹാഖുൽ ചിശ്തി തങ്ങളുടെ തരീഖത്ത്, തൈഫൂരിയ്യ തരീഖത്ത്, ഹമദാനിയ്യ തരീഖത്ത്, നഖ്ശബന്ദിയ്യ തരീഖത്ത്, ഷെയ്ഖ് ബഹാവുദ്ദീൻ നഖ്ശബന്ദിൽ ബുഖാരി തങ്ങളുടെ തരീഖത്ത്, ഹലവത്തിയ്യ തരീഖത്ത്, ഷെയ്ഖ് ഇബ്രാഹിമുൽ ഹലവത്തി, ആദിലിയ്യ തരീഖത്ത്, ഷെയ്ഖ് ബദറുദ്ദീനുൽ ആദിലി, ഗൗസിയ്യ തരീഖത്ത്, ഷെയ്ഖ് മുഹമ്മദുൽ ഗൗസ്, ദസൂഖിയ്യ തരീഖത്ത്, അൽ മൻസൂബത്തു ഇല ഷെയ്ഖ് ഇബ്രാഹിമുദ് ദസൂഖി തുടങ്ങി മഹാനവറുകൾ 23 റബ്ബാനി തരീഖത്ത് എണ്ണിയതിൻ്റെ ശേഷം വേറെയും ധാരാളം റബ്ബാനി തരീഖത്തുകളുണ്ട്. മഹാനായ മമ്പോർത്തരുടെ അമ്മാമനായ വലിയ ബഹറുൽ ഉലൂം തരീഖത്തിലും ശരീഅത്തിലൊക്കെ ബഹറായ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ കൻസുൽ ബറായിനുൽ അസ്റാറിൽ പറഞ്ഞു, ഇങ്ങനെ നമ്മളെ ആലുവ ശൈഖ് പറഞ്ഞത് ആകെ തരീഖത്ത് 14 ഉള്ളൂ, അത് 13 വിശ്വസിച്ചാലും അംഗീകരിച്ചാലും മുഅ്മിനാവൂല, 1 അംഗീകരിച്ചാൽ മാത്രമേ മുഅ്മിനാവുള്ളൂ. ഈ 7 തരീഖത്തുകൾ സംബന്ധിച്ചാൽ റബ്ബാനി തരീഖത്ത് മുഴുവൻ ഏതംഗീകരിച്ചാലും മുസ്ലിമോ മുഅ്മിനോ. അപ്പൊ ഇത് എവിടെയാണ് ഇത് പറഞ്ഞത്? ഈ പറഞ്ഞ വാദം മഹാന്മാർ പറയുന്നു, ശരീഅത്തിലാവട്ടെ ശരീഅത്തിലാവട്ടെ, പ്രത്യേകിച്ചും ഉലമാക്കൾ പറയുമ്പോൾ, ഉലമാവിൻ്റെ മജ്ലിസിൽ വെച്ച് പറയുമ്പോൾ നഖലില്ലാത്ത വർത്താനം മുണ്ടിപ്പോകരുത് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇയാൾ ഈ പറഞ്ഞ വിഷയം എവിടെ? ഖാദിരിയ തരീഖത്തിൻ്റെ ആളാണ് ഇയാൾ എന്ന് പറയുന്നു. ഖാദിരിയ തരീഖത്തിൻ്റെ ഏത് കിതാബിലാണിത് പറഞ്ഞത്? അതല്ലെങ്കിൽ മുസ്ലിം മുഅ്മിന് ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എവിടെയാണ് ഈ തരീഖത്ത് 13 ആയാലും മുസ്ലിമേ ആവുള്ളൂ, മറ്റത് ഒന്നുകൊണ്ട് മാത്രമേ മുഅ്മിനാവുള്ളൂ എന്ന് എവിടെ പറഞ്ഞ്? എന്താ അതിൻ്റെ രേഖ? മുസ്ലിം മുഅ്മിൻ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിതന്മാരിടയിലുണ്ടെങ്കിലും വൽ ഹഖു അന്നഹുമാ മുത്തഹിദാനി മാ സദഖൻ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്ക് ഹഖയിൽ പറയുന്നു. വൽ ഹഖു പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിൽ ഹഖായ അഭിപ്രായം അന്നഹുമാ മുത്തഹിദാനി മാ സദഖൻ, മാ സദഖിൽ രണ്ടും അത് വന്ന കുല്ലു മുസ്ലിമും മുഅ്മിൻ കുല്ലു മുഅ്മിനും മുസ്ലിം. ഇത് ലാ യൂജദു ശറഅൻ മുഅ്മിനും മിൻ ഗൈരി മുസ്ലിം, ശറഇൽ ഒരു മുഅ്മിൻ മുസ്ലിം അല്ല, വലാ അക്സുഹു, അതിൻ്റെ അക്സും വരൂല. ആര് പറഞ്ഞ്? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ത്വഹ്ഫയിൽ 83-ാം പേജിൽ പറയുന്നു. ശറഹ് മുസ്ലിമിൽ പറയുന്നു, വകുല്ലു മുഅ്മിനിൻ മുസ്ലിമുൻ വകുല്ലു മുസ്ലിമിൻ മുഅ്മിൻ. ഇയാൾ പറയുന്നു 13 അംഗീകരിച്ചാൽ മുസ്ലിം, 1 അംഗീകരിച്ചാൽ മുഅ്മിനായി മരിച്ച. അത് ഞാൻ പറഞ്ഞ തരീഖത്താണ്. ഇതെങ്ങനെ ഇപ്പം ഇയാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? എന്താ നിങ്ങളെ അഭിപ്രായമൊക്കെ? വളരെയധികം ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു പാർട്ടി പേശതാണെന്ന് സമസ്ത മുമ്പും ഇപ്പോഴും പ്രഖ്യാപിക്കാൻ. വലിയ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും ഒരു വിഭാഗം പേശവിൽ നിന്നാണ് വെക്കുകയാണെങ്കിൽ വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. അതൊക്കെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
വളരെ നിഷ്പക്ഷമായ രീതിയിൽ ശരിയായ തെളിവുകൾക്കുള്ള അടിസ്ഥാനത്തിലാണ് വളരെ താമസിച്ചിട്ടാണെങ്കിലും